ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയുടെ ഡിവോഴ്സ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇത് ഞാൻ ചെയ്യത്തില്ലായിരുന്നു ഗൈസ്, പക്ഷെ ഒരുത്തർ എന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങ് പ്രൊവോക്ക് ചെയ്തു. ഈ ചാനൽ ഒരുമാതിരി മഞ്ഞപ്പത്രം പോലെ ആയല്ലോ അനന്തു, അതോടാ കുട്ടാ ആയോ എന്താണെന്നറിയത്തില്ല. നമ്മുടെ മഞ്ഞപ്പത്രം ചാനൽ കുറെ ആളുകൾ കുത്തിരുന്ന് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു മഞ്ഞ വാർത്തയും കൂടെ പുറത്തുവിടാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. മഞ്ഞപ്പത്രമെങ്കിൽ മഞ്ഞപ്പത്രം. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തു വന്നതിന് ശേഷം അമ്മാതിരി ചർച്ചകളാണ് നടക്കുന്നത്. എല്ലാവരും ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇപ്പൊ CID-കളാണ് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃഷയുടെ പഴയ പോസ്റ്റുകൾ, സ്റ്റോറീസ്, ഇതൊക്കെ അവര് വീണ്ടും ഒന്നും കൂടെ ആലോചിച്ച് നോക്കുകയാണ്. അന്ന് അതല്ലേ അത് ഈ ഒരു രീതിയിൽ മനസ്സിലായോ? ഈ ഒരു പെറ്റീഷൻ പുറത്തു വന്ന സമയത്ത് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2021 തൊട്ട് 2025 ഇടയിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു പെറ്റീഷൻ കൊടുത്തേക്കുന്നത്. ആദ്യമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പ് പൊക്കിയത് 2021 സമയത്താണ് എന്ന് പറയുന്നു. പൊക്കിയതിനു ശേഷം വിജയ് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തി എന്ന് പറയുന്നു. പക്ഷെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, പിന്നീടും അത് തുടരുന്നുണ്ടായിരുന്നു വളരെ രഹസ്യമായിട്ട്. ലാസ്റ്റ് 2025 ആയ സമയത്ത് ഒരു 6 മാസക്കാലം ഒത്തുതീർപ്പിന് വരെ ശ്രമിച്ചു. അതിനും വിജയ് വിസമ്മതിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പെറ്റീഷനായിട്ട് സംഗീത മുന്നോട്ട് വന്നേക്കുന്നത്. ഇതിനകത്തൊരു പാർട്ടി അജണ്ട ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കളി ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് സംഗീത ഏത് പാർട്ടിയാണോ എന്ന് നമുക്കൊന്ന് പറയാൻ പറ്റത്തില്ല. സംഗീത DMK ആണെന്നുള്ള തരത്തിലൊക്കെ ഉള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോക്കകത്ത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഗീത ഇവിടെ വിജയ്ക്കിട്ടൊരു തേമ്പ് കൊടുത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേമ്പ് കൊടുത്തതുപോലൊക്കെ തന്നെയാണ്. കാര്യം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഐറ്റം പുറത്തുവിടണമെങ്കിൽ അത് തേമ്പാൻ വേണ്ടി തന്നെയാണ്. അത് DMK ഇന്നാ നിങ്ങൾ ഇത് ഉപയോഗിച്ചോ എന്നും പറഞ്ഞ് ഇട്ട് കൊടുത്തതാണ്. അതിനേക്കാളും വലിയൊരു അടി ഇനി വിജയ് കിട്ടാനില്ല. ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളെ പറ്റിയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ആളുകൾ CID തരം കാണിച്ചിട്ട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുമല്ലോ, ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഈ പെറ്റീഷൻ വന്നതിന് ശേഷം ദ നോവൺ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ട് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ്, തൃഷ വിജയ് ബന്ധത്തിന്റെ ഒരു ടൈം ലൈൻ പോലെ ഒരു കുറച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ആ സംഭവം എന്താണെന്ന് നോക്കാം. I have been following Trisha and Vijay story for a few weeks now. Connecting the dots, here is the probable timeline of the relationship. ഇതാണ് പുള്ളിക്കാരൻ്റെ റിലേഷൻഷിപ്പ് ടൈം ലൈൻ. നമുക്ക് ബാക്കി നോക്കാം. വ്യൂവർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ടായിരുന്നുള്ളൂ 1.2 മില്യൺ വ്യൂവർഷിപ്പ് ആ ഒരു ടൈം ലൈൻ പോസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. 2004 തൊട്ട് 2008 വരെ 4 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. 2008 തൊട്ട് 2021 വരെ ഒരു വിവരവുമില്ല രണ്ടുപേരുടെയും. മാർച്ച് 2022 തൃഷ അറ്റ് ന്യൂയോർക്ക് സിറ്റി ഇൻ എ സോളോ ട്രിപ്പ് ആഫ്റ്റർ എ ട്രിപ്പ് ടു മെക്സിക്കോ വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഇവർ 2008 ശേഷം, കുരുവിക്ക് ശേഷം പിന്നീട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ലിയോ ആണ്. ഈ തൃഷ ഇടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പ് പോകാറുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ സോളോ ട്രിപ്പ് ആണെന്നും പറഞ്ഞ് പോകുന്ന ട്രിപ്പിനകത്ത് എല്ലാം വേറെ ഒരാളുടെ സാന്നിധ്യം പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അടുത്ത പോസ്റ്റ് നോക്കാം. ഒക്ടോബർ 2022. തൃഷ അഡോൺസ് വാട്ട് ലുക്ക് ലൈക്ക് ആൻ എൻഗേജ്മെന്റ് റിംഗ്. ഷീ ഹാസ് വോൺ ദ റിംഗ് ഓൺ മോസ്റ്റ് ഒക്കേഷൻസ് ഇൻക്ലൂഡിംഗ് PS പ്രൊമോഷൻ, ഒരു പൊന്നിൻ സെൽവൻ പ്രൊമോഷൻസ് ആൻഡ് 2 റീസെന്റ് ലിയോ സക്സസ് മീറ്റ്. ലാസ്റ്റ് ഒക്ടോബർ ഷീസ് ഓൺ എ സോളോ ട്രിപ്പ് ടു യൂറോപ്പ് അഗെയിൻ. ജാനുവരി 2023 ഷീസ് അറ്റ് വാരിസ് FDFS ആൻഡ് പ്രൈവറ്റ് പാർട്ടി. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും സെയിം ടൈപ്പ് ഓഫ് ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് വൈറലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇത് വാരിസിന്റെ സക്സസ് പാർട്ടിയാണ്. ഇവരെല്ലാവരും കൂടെ ഉള്ളത്, ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ടീംസ് എല്ലാവരും കൂടെ ഉള്ളത്. രശ്മിക മന്ദാനയും ശരത് കുമാറും ഒക്കെ ഉണ്ട്. ഈ സെയിം ലൊക്കേഷനിൽ തൃഷയും കണ്ടിട്ടുണ്ട്. ദാണ്ടേ രശ്മിക മന്ദാന, തൃഷ ആൻഡ് ശരത് കുമാറിന്റെ വൈഫ്, ഇവരെല്ലാവരും കൂടെ ഉള്ള ഫോട്ടോ ഈ സെയിം ലൊക്കേഷനിൽ. നെക്സ്റ്റ്, ഷീ മൂവ്ഡ് ടു ECR ക്ലോസർ ടു ഹിസ് ഹോം. ECR എന്ന് പറഞ്ഞാൽ ഇത് ഈസ്റ്റ് ചെന്നൈ റോഡ്, അങ്ങനെ എന്തോ ആണ് ECR ഫുൾ ഫോം. പുള്ളിയുടെ വീടടങ്ങണ്ടാണ്, അങ്ങോട്ട് താമസം മാറ്റി. ഫെബ്രുവരി 2023 ലിയോ പൂജയ്. നോ മോർ ടു ബി സെഡ് അബൌട്ട് ദം ഇൻ ഇറ്റ്. ഓക്കെ, അത് കൂടുതലൊന്നും പറയാനില്ല, രണ്ടുപേരും സിനിമയ്ക്കകത്തുണ്ട്. ജൂൺ 2023 ഫേമസ് HBD പോസ്റ്റ്, ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റ് വിത്ത് ദ 3 ഇമോജീസ്. നമ്മൾ അതിനെപ്പറ്റി ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ ബർത്ത്ഡേ പോസ്റ്റുകൾ. ആൻഡ് ഓഗസ്റ്റ് 2023 ഷീസ് ഓൺ എ സ്കാൻഡിനേവിയൻ ക്രൂയിസ് അഗെയിൻ സോളോ. ഓക്കെ, but seeing post with someone romantically, leaked CCTV image of him and her from
നോർവേ സർഫസ് ഓൺ ദ നെറ്റ്. സോ ഇതാണ് മറ്റേ ഷൂവിൻ്റെ ഇമേജ് ലീക്ക് ആയിട്ടുള്ളത്. ഇത് ആ ഒരു ട്രിപ്പിനകത്താണെന്ന് തോന്നുന്നു. ഈ ഷൂ വിജയുടെ ആണ് എന്നുള്ള തരത്തിൽ അന്ന് ആളുകൾ തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സെയിം ഷൂ ഇട്ടുകൊണ്ടാണ് വിജയ് അവിടെ നിൽക്കുന്നത്. ഈ സെയിം ഷൂ തന്നെയാണ് ഈ കാണുന്നത്. അന്ന് വിജയ് തൃഷയുടെ പിക്ക് എടുത്തു എന്നുള്ള തരത്തിലാണ് ഈ സാധനം വന്നത്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെ അന്നത്തെ ഒരു CCTV ഫുട്ടേജ് സ്പൈകൾക്ക് പോലും കാണത്തില്ല, ഇത്രയും ഗതികേട് അന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. വിജയ് ആൻഡ് തൃഷ വെയർ സ്പോട്ടഡ് ടുഗദർ ഇൻ ഓസ്ലോ. ഓസ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേയുടെ തലസ്ഥാനം. അവിടെ വെച്ച് ഇവരെ രണ്ടുപേരെയും കണ്ടതിന്റെ പിക്കാണ് പുറത്തു വന്നേക്കുന്നത്. പിന്നീട് August 25 ഷീ പോസ്റ്റഡ് എ സ്റ്റോറി ദാറ്റ് ഷീ ഈസ് പൊസസീവ് ആൻഡ് സമ്മൺ ഓർ സംതിങ് ഈസ് ഹെർ ഫോർ എവർ. ഒരു August 25 ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണിത്. ഇതിനകത്ത് ഇത് കണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ഈ August 25 പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് August 25. പുള്ളിക്കാരത്തി അന്നിട്ട പോസ്റ്റ് ആയിരുന്നു ഈ ഒരു പിക്ക്. അന്നിട്ട സമയത്ത് തന്നെ 1.1 മില്യൺ ലൈക്കും 3000+ കമൻസും വന്ന ഒരു സാധനമാണത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് October 2023 ലിയോ റിലീസ് പോസ്റ്റ് വിത്ത് ദ ഇമോജീസ്. ഫാൻ മെയ്ഡ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ പോയിട്ട് തൃഷ ലവ് ദിസ് എന്നും പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് നിലവിൽ ഇപ്പോൾ ഇല്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ November 1, 2023 ലിയോയുടെ സക്സസ് മീറ്റ് വിത്തൗട്ട് ഹിസ് വൈഫ്. വിജയുടെ വൈഫ് ഇല്ലാതെ ലിയോയുടെ സക്സസ് മീറ്റ്. ഷീ ഫ്ലൂ ഇൻ ഫ്രം അസർബൈജാൻ ജസ്റ്റ് ഫോർ ദിസ്. റെഡ് സാരി അലൈഡ് കരവഞ്ചൂരിത്തെ സെലിബ്രേഷൻ ഗൂഗിൾ ടു വാട്ട് എവർ എന്തൊരു ദേഹട്ടെ. ലിയോയുടെ സെലിബ്രേഷൻ വന്നും പറഞ്ഞ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം രണ്ടുപേരും അതിനകത്ത് നടനും നായികയുമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഈ സക്സസ് മീറ്റിൽ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംഭവമാണ്. അത് വിജയ് ഉണ്ടായിരുന്ന പ്ലേസ് വെച്ചിട്ടാണ് നടന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഇങ്ങനെയാണ്. വിജയ് വേറൊരാളുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഈ ഡോറിൻ്റെ ഇത് വെച്ചിട്ടാണ് അത് ആൾക്കാർ ക്രാക്ക് ചെയ്തേക്കുന്നത്. ഈ കേക്ക് ഊതി അണയ്ക്കുന്ന തൃശയെ നോക്കുകയാണെങ്കിൽ തൃശയുടെ ബാക്കിൽ കാണുന്ന ആ ഡോറിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ വിജയ് നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ. ഈ രീതിയിലൊക്കെയാണ് ആൾക്കാർ ക്രാക്ക് ചെയ്തെടുക്കുന്നത്. വാരക ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് കേട്ടോ. ആൻഡ് ഇതുപോലെ തന്നെ ലിവിങ് ടുഗദർ എന്നും പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് വന്നേക്കുന്നു. ഇതിനകത്ത് കണ്ട് രംഭയുടെ ഒക്കെ കൂടെ എടുക്കുന്ന ഒരു പിക്ക്. അതിൻ്റെ മുകളിലത്തെ ലൈറ്റ് നോക്കിയിട്ടാണ് താഴെ കണ്ട് തൃഷ നിൽക്കുന്ന ഒരു പിക്ക് അവർ ക്രാക്ക് ചെയ്തേക്കുന്നത്. സെയിം ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, സെയിം ലൈറ്റ് രണ്ടും മേളിലും താഴെയും രണ്ടുപേരും ഒരേ പ്ലേസിലാണ് എന്ന് അറിയിക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ 2021 തൊട്ട് ഒരു 2023 നവംബർ വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു പോസ്റ്റിനകത്ത് പുള്ളിക്കാരൻ എഴുതി ഓരോ ടൈം ലൈൻ പോലെ ഇവരുടെ പ്രണയം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ നോർവേയിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുള്ള CCTV ഫുട്ടേജ് അവരെന്തിനാണോ നോർവേ പോയത്? സിനിമയുടെ ഷൂട്ടിങ്ങിന് വല്ലതും ആയിരിക്കാം ഗൈസ്, നമുക്കറിയത്തില്ലല്ലോ. പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഇത് അറിയാമെന്നുള്ള കാര്യം. അപ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത്. ജ്യോതികയുടെ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു കമന്റ് വന്നു, വിജയ് ഈസ് ബെറ്റർ ദാൻ യുവർ ഹസ്ബൻഡ് എന്നും പറഞ്ഞിട്ട് ജ്യോതികയുടെ പോസ്റ്റിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ് വന്ന സമയത്ത് ജ്യോതിക ദാണ്ട ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ട് കൊടുത്ത് സൂപ്പർടാ എന്നുള്ള രീതിയിൽ. ഇതുകൂടാതെ ഇന്ന് മറ്റേ സുജിത്ര അവരുടെ ഒരു ഇന്റർവ്യൂവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കണക്കാക്കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാവോയെ കോടാലിയ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് നോ ഐഡിയ. അവർ ഇതിനു മുമ്പും പലരെ പറ്റിയും വിളിച്ച് കൂവിയിട്ടുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഞാനത് വെക്കാം, അതൊന്ന് കണ്ടോ. അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മാരകം. இந்த டிவோர்ஸ்க்கு காரணமே விஜய் மறுபடியும் ட்ரிஷாவோட வச்சுக்கிட்ட அஃபேர் தான். ட்ரிஷா சொன்னாதான் நில்லுனா நிப்பாரு, உட்காருனா உட்காருவாரு. தனிப்பட்ட முறையில வீட்டுக்கு வந்த போட்டோஸ் நான் இன்ஸ்டாகிராம்ல போடுறேன்னா ஓகேம்பாரு. வந்து இவங்க இந்த டயர்டா இப்பதான் மேட்ரு முடிச்சுட்டு நிக்கிற ஆளு மாதிரி, இவங்க மேட்ரு முடிச்சவங்க மாதிரி பின்னாடில இருந்து போட்டோ போடுவாங்களாம். ரொம்ப அசிங்கமான போட்டோஸ் அதெல்லாம். நான் நட்பு போட்டோஸ்னே பாக்கல. பல விஷயத்துக்கு கிங் பின் அவங்க, பல விஷயத்துக்கு கிங் பின். மேனிபுலேட்ரிக்ஸ் ட்ரிஷா, கிளாசெட் லெஸ்பியன் ட்ரிஷா, பைசெக்சுவல் ட்ரிஷா, நீங்க அவங்கள என்ன சொன்னாலுமே she uses boys. பிளே பாய் மாதிரி ட்ரிஷா ஒரு பிளே கேர்ள் பேசிக்கலி. சோ அவ வந்து விஜய லவ் பண்ணல, விஜய யூஸ் தான் பண்ணிட்டு இருக்கா. Sangeeta also had a lot of affairs. Vijay also had a lot of affairs. விஜய் ட்ரிஷா நிஜமாவே பாரு கமரு தான்யா. கமரு தான் விஜய். ஆக்சுவலா பாரு ட்ரிஷா, கமரு விஜய். ட்ரிஷா வந்து சாண்ட்ரா என்கிற சங்கீதாவை உதச்சு தள்ளின தருணம். ட்ரிஷா கீ கொடுத்ததுதான் விஜய் வீட்டுக்கு வந்து சங்கீதாவை அசிங்கமா அடிச்சிருக்கான். அன்னைக்குதான் பேக்ஸ் பேக் பண்ணி அவ கிளம்பி போயிருக்கா. விஜய் பாவம், அவருக்கு ஒரே உண்மை காதல் ட்ரிஷா. பட் ட்ரிஷாக்கு பல காதல் இருக்கு. விஜய்க்கு தெரிஞ்சும் இருக்கு, விஜய்க்கு தெரியாமலும் இருக்கு. விஜய் அசிங்கமா ஏமாற்றப்படுகிறார்.
சோ விஜய் ரொம்ப நாய் மாதிரி தான் ட்ரீட் பண்ணிருக்காங்க த்ரிஷா. இப்பவுமே அப்படிதான் ட்ரீட் பண்றாங்க. எவ்வளவு மோசமான ஒரு பொம்பளைன்றது எனக்கு 5 மணி நேரத்துல தெரியும். ഇത് സുചിത്രയുടെ ഇന്റർവ്യൂ ആണ്. ചിലതൊക്കെ സത്യമായിരിക്കും, പക്ഷെ നമുക്ക് 100% ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് തന്നെ ഇവർ പറയുന്നത് എന്തൊക്കെയാണ്, തൃഷ ഒരു പ്ലേ ഗേൾ ആണ്, അവൾക്ക് ഒരുപാട് അഫെയർ ഉണ്ട്. അതുപോലെ തന്നെ സംഗീതയ്ക്കും ഒരുപാട് ബോയ് ഫ്രണ്ട് ഉണ്ട്, അവൾ അത്ര നല്ല കുഞ്ഞൊന്നും അല്ല. വിജയ്യെ ഈ തൃഷ യൂസ് ചെയ്യുകയാണ്. വിജയ്യെ സ്ക്രൂ കയറ്റി ഈ സംഗീതയെ വിജയ് അടിക്കുന്നു. അതുകൊണ്ടാണ് സംഗീത ബാഗ് പാക്ക് ചെയ്ത് സംഗീതയുടെ വീട്ടിൽ പോയത് എന്നുള്ള തരത്തിലൊക്കെയാണ് ഇതിനകത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. സോ ആവശ്യമുള്ളവർ പോയി ഇന്റർവ്യൂ മൊത്തം കണ്ടു. ഇവരൊരു സംഭവമായിരുന്നു. ഇവരിടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ സുജി റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അവിഹിതമൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി വിടുന്നതായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി. അങ്ങനെ കുറെ ആൾക്കാരുടെ അവിഹിതം കുത്തിപ്പൊക്കി വിടാനുള്ള ടീമാണ് ഇത്. അങ്ങനെയുള്ള ഒരാളാണ് ഈ ഒന്ന് സംസാരിച്ചത്. സോ എന്താണെങ്കിലും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ ഗൈസ്. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വരാം. ഈ സബ്ജക്റ്റ് അല്ല, വേറെ സബ്ജക്റ്റ്. ഓക്കെ.